ഒരു പ്രശസ്തനായ പാസ്റ്റർക്ക് അമേരിക്കയിലും ഇന്ത്യയിലും ധാരാളം സഭകളുണ്ട്. 6 മാസം കൂടുമ്പോൾ അമേരിക്കയിൽ നിന്ന് അദ്ദേഹം കേരളത്തിലെത്തും കുടുംബസമേതം. ഇവിടെ കൺവെൻഷൻ നടത്തും, തിരികെ പോകും. അങ്ങനെ പോകവേ ഒരിക്കൽ കുടുംബമായി വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ മകളെ കാണാതായി. മകളെന്തിയെ എന്ന വിശ്വാസികളുടെ ചോദ്യത്തിന് അദ്ദേഹം ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീടറിഞ്ഞു മകൾ ഒരു നീഗ്രോയോടൊപ്പം ഇറങ്ങിപ്പോയെന്ന്. അദ്ദേഹത്തിൻ്റെ മകനും ഒരു പ്രസംഗകനാണ്. കൺവെൻഷനുകളിൽ മകൻ നിറഞ്ഞാടുകയാണ്. ആ മകനും പിന്നീട് കൺവെൻഷന് വരാതായി. ആദ്യമൊന്ന് വിവാഹം കഴിച്ചു, പിന്നീട് അത് ഉപേക്ഷിച്ചു, വീണ്ടും മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തു, അതും ഒഴിഞ്ഞു. ഇപ്പോൾ 3ാം വിവാഹമാണ്. എന്തായിരുന്നു ഈ വിവാഹ മോചനങ്ങൾക്ക് പിന്നിൽ? മക്കളെ പത്യോപദേശത്തിൽ മാതാപിതാക്കൾ വളർത്തിയില്ല എന്നത് തന്നെയല്ലേ? ഇത് ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇനി മറ്റൊരു സംഭവം. നാട്ടിൽ MA ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം, ജോലി ഒന്നുമായില്ല. അപ്പൻ പാസ്റ്റർ മകനായി വിവാഹാലോചന തുടങ്ങി. അമേരിക്കയിലെ പ്രമുഖനായ അമേരിക്കൻ മലയാളി പാസ്റ്ററുടെ ഏക മകളുടെ ആലോചനയെത്തി. 2 പേർക്കും അന്യോന്യം ഇഷ്ടമായി. വിവാഹം കഴിഞ്ഞു. ചില നാളുകൾക്ക് ശേഷം പയ്യൻ അമേരിക്കയിലേക്ക് പോയി. നിറയെ സ്വപ്നങ്ങളുമായുള്ള പോക്കായിരുന്നു. രാവിലെ ഭാര്യ ബെഡ് കോഫി കൊണ്ടുവന്ന് തന്നെ വിളിക്കും. ആഹാരം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് വിളിക്കുന്ന ഭാര്യ. പ്രതീക്ഷകളൊന്നും കൈവിടാതെ നമ്മുടെ പയ്യൻ നേരം വെളുത്തതും ഭാര്യ ചായ കൊണ്ടുവരുന്നതും നോക്കി കിടപ്പാണ്. ഏതാണ്ട് 8 മണിയായി, ബെഡ് കോഫി വന്നില്ല. പതുക്കെ നമ്മുടെ പയ്യൻ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ ഡൈനിങ് ടേബിളിൽ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അമ്മായിയപ്പനെയാണ് കാണുന്നത്. മോൾ ജോലിക്ക് പോയി, മോൻ വന്ന് കഴിക്കേ. ഭാവഭേദങ്ങളൊന്നും കാണിക്കാതെ പയ്യൻ പ്രഭാത ഭക്ഷണം കഴിച്ചെങ്കിലും കുടുംബജീവിതത്തിൽ ഒരു കേരളീയ രീതി പ്രതീക്ഷിച്ച പയ്യൻ തീർത്തും നിരാശനായിരുന്നു. ചില മാസങ്ങൾ കഴിഞ്ഞു. പല കാര്യങ്ങളിലും അവർ തമ്മിൽ ഏറ്റുമുട്ടൽ സ്ഥിരമായിരുന്നു. തൻ്റെ പ്രതീക്ഷകളൊന്നും അമേരിക്കൻ പരിതസ്ഥിതിയിൽ നടക്കില്ലെന്ന് മനസ്സിലായതോടെ പയ്യൻ കേരളത്തിലേക്ക് പോന്നു. ഒടുവിൽ ആ ബന്ധം വേർപിരിഞ്ഞു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. സാമ്പത്തിക നില ഭദ്രമായി കഴിയുമ്പോൾ ചിലർക്ക് തൻ്റെ ഭർത്താവിനെ പോരാ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ നിയമപ്രകാരം ബന്ധമൊഴിയാനൊന്നും നിൽക്കില്ല. അടുത്ത ബന്ധത്തിലേക്ക് കടക്കുകയായി. അങ്ങനെയുള്ള സംഭവങ്ങളും എത്രയെത്ര. പുരുഷ കേന്ദ്രീകൃത കുടുംബത്തിൽ നിന്ന് പുരുഷനും സ്ത്രീക്കും തുല്യത എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയതും വിവാഹമോചന സാധ്യതകൾക്ക് ആക്കം കൂട്ടുന്നു. മധ്യ തിരുവിതാംകൂറിൽ കുടുംബ കോടതികളിൽ പെന്തക്കോസ്തുകാരുടെ വിവാഹമോചന കേസുകളുടെ വർധനവ് ഭയാനകമാണ്. പെന്തക്കോസ്തു സമൂഹത്തിൽ വിവാഹമോചന കേസുകൾ എന്തെന്നില്ലാതെ കൂടുകയാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ സഭകളിൽ വിവാഹമോചന കേസുകൾ വിരലിലെണ്ണാവുന്നത് മാത്രമായിരുന്നു. ഇപ്പോൾ ക്രൈസ്തവ സഭകളിൽ വിവാഹമോചന കേസുകൾ വളരെ കൂടി. 50 വർഷങ്ങൾക്ക് മുൻപിൽ പെന്തക്കോസ്തു സഭകളിലെ വിവാഹമോചന നിരക്ക് 0 ആയിരുന്നു. ഇന്ന് വളരെ വലുതാണ് വിവാഹമോചന നിരക്കുകൾ. 100-ലധികം അംഗങ്ങളുള്ള ഒരു പെന്തക്കോസ്തു സഭയിൽ വിവാഹമോചനം നേടിയ ഒരാളെങ്കിലും ഉണ്ടാകും എന്ന സ്ഥിതിയിലെത്തി കാര്യങ്ങൾ. പെന്തക്കോസ്തുകാർ എന്ന പേരേ ഉള്ളൂ. പലരിലും ദൈവവിശ്വാസം പേരിന് പോലും ഉണ്ടെന്ന് തോന്നുകയില്ല. കൂടാതെ സമ്പത്തിൻ്റെ ആധിക്യം മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചു. ഇതിനൊരു പ്രതിവിധി എന്താണ്? പ്രമുഖ പഠനങ്ങൾ പറയുന്നത് സഭകളിലെ ആരാധനകളിൽ പങ്കെടുക്കുന്നവരിൽ വിവാഹമോചന കേസുകൾ താരതമ്യേന കുറവാണെന്നാണ്. ആരാധനയിൽ പങ്കെടുക്കുന്ന കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദമ്പതികളുടെ ഇടയിലെ വിവാഹമോചന നിരക്ക് ദേശീയ ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 35% മുതൽ 50% വരെ കുറഞ്ഞതായി പഠനങ്ങൾ പറയുന്നു. ആഗോളതലത്തിൽ പ്രത്യേക പെന്തക്കോസ്ത് വിഭാഗങ്ങളുടെ വിവാഹമോചന നിരക്കുകൾ കൃത്യമായി നിർണ്ണയിക്കാൻ പ്രയാസമാണെങ്കിലും
പള്ളിയിൽ പോകുന്ന സുവിശേഷകരിലും പെന്തക്കോസ്തുകാരിലും വിവാഹമോചന നിരക്ക് 15%-നും 27%-നും ഇടയിലാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് സാധാരണയായി പൊതുജന ശരാശരിയേക്കാൾ കുറവാണ്. എല്ലാ പെന്തക്കോസ്തു വിഭാഗങ്ങളും വിവാഹത്തെ ആജീവനാന്ത ഉടമ്പടിയായിട്ടാണ് കാണുന്നത്. വിവാഹത്തിൽ നിന്നും മരണത്താലല്ലാതെ വേർപിരിയാൻ കഴിയില്ലെന്ന് തിരുവചനം പറയുന്നു. ക്ഷമയും സഹിഷ്ണുതയും ദൈവസ്നേഹവും വിവാഹത്തെ പരിപാവനമാക്കുന്നു. ഇന്നിങ്ങനെയുള്ള ചിന്താഗതികൾക്ക് പ്രാധാന്യം നൽകുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് വിവാഹമോചന കേസുകൾ പെരുകുന്നതിൻ്റെ കാരണം. ആഗോളതലത്തിൽ പോലും പെന്തക്കോസ്തു സഭകൾ വിവാഹമോചനം കൂടുന്നു എന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി പറയുന്ന സംഭവം 50 വർഷങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലയിലെ മലയോര പ്രദേശത്ത് നടന്നതാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വീടുണ്ട്. അവിടെ ഒരു പെൺകുട്ടിയും, പഠിക്കാൻ സാമാന്യം ഭേദപ്പെട്ട ഒരു കുട്ടിയാണ്. മാത്രമല്ല പെന്തക്കോസ്ത് സഭാവിശ്വാസിയും. ഈ വീടിന് ഒരു 2 വീട് അപ്പുറത്ത് സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പെന്തക്കോസ്ത് വിശ്വാസിയുടെ വീടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ അമേരിക്കയിൽ ബൈബിൾ സ്കൂളിൽ പഠിക്കുവാനായി കടന്നുപോയി. അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന പെന്തക്കോസ്ത് വിശ്വാസികളുടെ മകളെ കാണുവാനിടയായി. കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെയെങ്കിൽ ഈ പെൺകുട്ടിയെ ഞാൻ അമേരിക്കയിൽ കൊണ്ട് പഠിപ്പിക്കാമെന്നൊരു ചിന്ത യുവാവിനുണ്ടായി. ഒടുവിൽ വിവാഹ നിശ്ചയം, എൻഗേജ്മെൻറ്റ് നടന്നു. തുടർന്ന് ഈ 2 പേരും അമേരിക്കയിലേക്ക് ബൈബിൾ സ്കൂളിൽ പഠിക്കുവാനായി കടന്നു പോവുകയാണ്. അടുത്ത അവധിക്ക് വരുമ്പോൾ വിവാഹം നടത്താം എന്ന ധാരണയോടെ അമേരിക്കയിൽ ചെന്ന് ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും ഈ പെൺകുട്ടിയുടെ മട്ടും ഭാവവും മാറി. ഇതൊന്നും അറിയാതെ നമ്മുടെ പയ്യൻ രാവിലെ ക്ലാസ്സിൽ പോകുന്നു, തിരിച്ച് ഹോസ്റ്റലിൽ വരുന്നു. പയ്യനെ കാണാൻ പെൺകുട്ടി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നതായ ഒരു ഫീലിംഗ് നമ്മുടെ പയ്യൻസിനുണ്ടാകുന്നു. അവൻ ഇതിനെക്കുറിച്ച് എന്താണ് ഇതിന് കാരണം എന്നറിയാനായി പെൺകുട്ടിയോട് ചോദിച്ചു. പെൺകുട്ടിക്ക് ഉത്തരമില്ല, ഒഴിഞ്ഞു മാറുകയാണ്. അവസാനം ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ അകന്ന് മാറാൻ കാരണം? അന്വേഷണത്തിനൊടുവിൽ അയാൾക്കൊരു കാര്യം മനസ്സിലായി. തിരുവനന്തപുരംകാരനായ ഒരാളുമായി ഇവൾ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അയാൾക്കത്. അവസാനം അയാൾ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. പെൺകുട്ടിയുടെ പിതാവിനെ അറിയിച്ചു. ഒരു രക്ഷയുമില്ല. ആ പെൺകുട്ടി തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. വളരെ ദുഃഖിതനായ പയ്യൻ ബൈബിൾ സ്കൂളിലെ പഠനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി. ഈ പെൺകുട്ടി ചില മാസങ്ങൾ കഴിഞ്ഞ് ഈ തിരുവനന്തപുരംകാരനായ പയ്യനെ വിവാഹം കഴിച്ച് അവർ ഇന്ത്യയിലേക്ക് പോന്നു. ഇവിടെ വന്ന് വലിയ ഒരു സ്ഥാപനമൊക്കെ ഇട്ട് സുവിശേഷ രംഗത്ത് അഭിമാനാർഹമായ നേട്ടങ്ങൾ ഉണ്ടാക്കി കർത്താവിനായി പ്രവർത്തിച്ച 2 പേരായിരുന്നു അവർ. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് പിന്നോക്കം പോയ ആ സഹോദരിയും ജീവിച്ചത് ഇതേ പെന്തക്കോസ്ത് വിശ്വാസത്തിലാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം അനുഭവം ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ഒരു പുതിയ വിഷയവുമായി കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.